നമുക്ക് രണ്ട് അതിഥികളുണ്ട് അനിൽ, നമുക്കൊന്ന് നടന്നാൽ. യെസ് നമുക്ക് അതിഥികളിലേക്ക് പോകാം. അതിഥി ഒന്ന് പന്തളം കൊട്ടാരത്തിന്റെ പ്രതിനിധി തന്നെ ആണ്. യെസ്, ശ്രീ നാരായണവർമ്മ തമ്പുരാൻ. ശ്രീ പി എൻ നാരായണവർമ്മ തമ്പുരാൻ. രണ്ടാമത്തെ ആളെയും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തർക്ക് നമുക്കറിയാം, ശബരിമല പ്രക്ഷോഭം 2018 യുവതീ പ്രവേശ അനുകൂല വിധി വന്ന സമയത്ത് അന്ന് വലിയൊരു പ്രക്ഷോഭം ഭക്തജനങ്ങൾ സംഘടിക്കുകയുണ്ടായി. ആ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ശ്രീ SJR കുമാർ, രണ്ട് വിശിഷ്ടാതിഥികളെയാണ് ഇന്ന് ഈ സുപ്രഭാതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. രണ്ടുപേർക്കും സ്വാഗതം. എനിക്ക് തോന്നുന്നത് ആദ്യം ഒരുക്കങ്ങളായിരിക്കും ആദ്യം ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത് അല്ലേ? എത്രത്തോളം വലിയ സജ്ജീകരണമാണ്. പമ്പയിലെ സംഗമമൊക്കെ ഏതാണ്ട് പൊളിഞ്ഞ സ്ഥിതിക്ക് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. എല്ലാവരും, ഞാൻ അത് അടിവരയിട്ട് പറയുകയാണ്, എല്ലാവരും. അതെ, പമ്പയിലെ സംഗമത്തിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു നമ്മളായിട്ട് പറയേണ്ട ആവശ്യമില്ല. പൊതുസമൂഹം എല്ലാവരും, അയ്യപ്പഭക്തന്മാർ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ആഗോളതലത്തിൽ എല്ലാവരും ശ്രദ്ധിച്ചൊരു വിഷയമാണ്. കാരണം ആഗോള സംഗമമായിരുന്നല്ലോ. അപ്പോൾ അത് എന്തായി എന്നുള്ളത് ജനങ്ങൾ തന്നെ വിലയിരുത്തട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം അതിന് ബദലായിട്ടല്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയുന്നത്. കാരണം ഇതാണ് യഥാർത്ഥ ഭക്തന്മാരുടെ സംഗമം. ഇതിനെന്തെങ്കിലും ബദലുണ്ടോ എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഭക്തന്മാർ ആവശ്യപ്പെട്ടിട്ടാണിത്. അത് സർക്കാർ ആവശ്യപ്പെട്ടിട്ട് സർക്കാർ ചില കാര്യങ്ങൾ, അത് നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് പറയുന്നത് അവരുടെ ഡയമണ്ട് ജൂബിലി സംബന്ധിച്ചാണ്. പല പല കാര്യങ്ങൾ ഒന്നല്ല അവർ പറയുന്നത്. പിന്നെ അവിടുത്തെ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമാഹരണം, ധനസമാഹരണത്തിന് വേണ്ടിയിട്ടാണ്, സമ്പന്നരെ വിളിച്ച യോഗമാണ്. അത്രത്തോളം പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ശബരിമലയിൽ നിരന്തരം പൊയ്ക്കൊണ്ടിരിക്കുന്ന അയ്യപ്പ ഭക്തന്മാരും ശബരിമലയിൽ വീട്ടിലിരുന്ന് ഭജിക്കുന്ന അമ്മമാരും നമ്മളെപ്പോഴും അതും ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു വിഭാഗം ആവശ്യപ്പെട്ടിട്ട് ചെയ്ത അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ആക്ടിവിസ്റ്റുകൾ പോലീസ് സംരക്ഷണയോടുകൂടി കയറുമ്പോൾ ഈ വീട്ടിലിരുന്ന് ഒരുപക്ഷെ ജനം TV സ്ക്രീനിലൂടെ കണ്ണീര് ഒഴുക്കിക്കൊണ്ട് കണ്ടത് അമ്മമാരായിരിക്കും. അപ്പോൾ അവരുടെ എല്ലാം പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ സംഗമം യഥാർത്ഥ അയ്യപ്പ സംഗമം തന്നെയാണ്. അതാണ് നമുക്ക് പ്രധാനമായിട്ട് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ശ്രീ SJR കുമാർ, ഈ ഇരിപ്പിടം എത്ര ഒരുക്കിയിട്ടുണ്ട്? അതാണിപ്പോൾ പ്രധാന ചർച്ചാ വിഷയം. നമ്മൾ പമ്പയിൽ കണ്ടതാണ്. പമ്പയിൽ ദേവസ്വം ബോർഡിനൊരു കണക്ക്, വാസവൻ അവതരിപ്പിച്ചത് മറ്റൊരു കണക്കാണ്. 4000-ൽ പരം ഭക്തജനങ്ങൾ പങ്കെടുത്തു എന്നാണ് വാസവൻ പറയുന്നത്. പക്ഷേ ദേവസ്വം ബോർഡ്, നമ്മളത് ആ വാട്സപ്പ് ആ സന്ദേശം, ആ സ്ക്രീൻഷോട്ട് അത് നമ്മൾ കണ്ടതാണ്. ഏകദേശം ഒരു 600-650 പേര് മാത്രമേ പങ്കെടുത്തുള്ളൂ അതിൽ. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ബാക്കിയല്ലേ AI എന്നാണ് പറയുന്നത്. AI-യുടെ സൃഷ്ടി എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. MV ഗോവിന്ദനൊക്കെ ഇപ്പൊ ഭക്തിയുടെ പാരമ്യത്തിൽ നിൽക്കുക. ഗോവിന്ദൻ മാത്രം. അപ്പോൾ ഇന്നലെ ഞാൻ മനസ്സിലാക്കുന്നത് ചില CPM അനുഭാവികളുടെയൊക്കെ ചർച്ചയിൽ നിന്ന് ഞാൻ കേട്ടത്, നമുക്ക് സംശയം തോന്നുന്നത് ഈ അയ്യപ്പനെ അവിടെ കുടിയിരുത്തിയത് തന്നെ CPM ആണോ എന്ന് സംശയം തോന്നത്തക്ക രീതിയിലാണ് ഇവരൊക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിന്റെ പൂർണ്ണ അവകാശം അങ്ങ് CPM എഴുതിയെടുക്കുന്ന തരത്തിലേക്കാണ്. അത് വിട്ടുകൊടുക്കാൻ ഒരിക്കലും അയ്യപ്പ ഭക്തന്മാർ തയ്യാറാവില്ല. അതിൻ്റെ ഒരു നീക്കമാണ് അവിടെ ഈ പറഞ്ഞ ശുഷ്കമായ അവരുടെ സാന്നിധ്യം തെളിയിക്കുന്നത്. നമ്മളുടെ കർമ്മസമിതിയോട് ആവശ്യപ്പെട്ടിട്ട് ഇത്തരത്തിലൊരു സംഗമം ഇവിടെ രൂപീകരിച്ചതിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. അല്ല, ഇത് നോക്ക്, ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇങ്ങനെയൊരു സംഗമം സംഘടിപ്പിച്ചത് അല്ലേ? കാരണം അതൊരു ആവശ്യകതയായിരുന്നു. തീർച്ചയായിട്ടും. കാരണം ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർക്ക് മുന്നിൽ നമ്മൾ ഒരു ചിത്രം അവതരിപ്പിക്കണം. തീർച്ചയായിട്ടും. അതായത് പമ്പയിലാണോ കൂടുതൽ പേര് എത്തിയത്, പിന്നെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ പന്തളത്താണോ എത്താൻ പോകുന്നത് എന്നുള്ളത് അറിയിക്കേണ്ട ഒരു ആവശ്യകത കൂടെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കസേരയുടെ ഇരിപ്പിടങ്ങളുടെ എണ്ണം അതെന്തായാലും എടുക്കും. മറ്റ് ചാനലുകളൊക്കെ എത്തിയിട്ടുണ്ട് രാവിലെ തൊട്ട്. അതുകൊണ്ട് ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചോളം ശീതീകരിച്ച മുറിയിലെ ഇരിപ്പിടമല്ല പ്രധാനം. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ശീതീകരിച്ച മുറിയിൽ ജീവിക്കുന്നവരല്ല അയ്യപ്പന്മാർ. കല്ലും മുള്ളും ചവിട്ടി ശബരിമലയിൽ വ്രതം അനുഷ്ഠിച്ച് 41 ദിവസം കഠിനമായ ബ്രഹ്മചര്യ വ്രതമാണ് അനുഷ്ഠിക്കുന്നത്. അതിന് വിധേയമായ ഒരു മനുഷ്യൻ അവന്റെ സൗകര്യമല്ല അനുഷ്ഠിക്കുന്നത്. അയ്യപ്പന്റെ അനുഗ്രഹം എങ്ങനെ കിട്ടുമെന്ന് മാത്രമേ അവന്റെ മനസ്സിലുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇരിപ്പിടത്തിന് അർത്ഥം, നമുക്ക് 2018-19 കാലത്ത് നമ്മൾ ഇതുപോലെ എത്രയോ സംഗമങ്ങൾ നടത്തി, എത്രയോ നാമജപ യാത്രകൾ നടത്തി. അവിടെയൊക്കെ ആരും ഇരിപ്പിടം തേടി വന്നവരല്ല. അവര് നിരത്തിലായാൽ പോലും അമ്മമാരുൾപ്പെടെ എത്രയോ അസംഖ്യം ആളുകളാണ്. നമുക്ക് എണ്ണാൻ തിട്ടപ്പെടുത്താൻ സാധ്യതയില്ല. അതിൽ അയ്യപ്പ ജ്യോതിയുടെ കാര്യം ഒന്ന് എടുത്താൽ തന്നെ നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉദ്ദേശിച്ചെങ്കിൽ അത് കന്യാകുമാരി വരെ പോയി, മംഗലാപുരത്തേക്കും പോയി. ഈ പാർട്ടി ഗ്രാമം എന്ന് പറയുന്ന കാസർഗോഡും
കണ്ണൂരുള്ള പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുത്തത്. അത് തടയാനായിട്ട് DYFI ഒക്കെ ചില ആക്സിഡന്റ് ഉണ്ടാക്കുകയും, പക്ഷേ അവിടെ കാണേണ്ട കാര്യം കാസർഗോഡ് തന്നെ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് 50 പേർക്ക് എന്തോ ഒരു ചെറിയ വാഹനം വന്നിടിച്ച് പ്രശ്നമുണ്ടായി. അവർ മാറി വിതിൻ നോ ടൈം 50 പേരവിടെ ഹാജരാകാണ് ആ പാർട്ടി ഗ്രാമത്തിൽ നിന്ന്. അതാണ് ഈ ഭക്തന്മാർ. അതുകൊണ്ട് അവർക്ക് സൗകര്യമോ ബുദ്ധിമുട്ടോ ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പെട്ടെന്ന് നമ്മൾ പന്തളത്തിന്റെ പരിമിതി എല്ലാവർക്കും അറിയാം. ഈ സർക്കാരിന്റെ സ്പോൺസർഷിപ്പ് ഒന്നും നമുക്കില്ല. ഇത് സാധാരണ ഡയമണ്ട് ഗോൾഡ് നമുക്കൊന്നുമില്ല. അതുകൊണ്ട് പരിമിതമായ സാഹചര്യം, പരിമിതമായ സൗകര്യം അതൊരുക്കിയാണ് വരുന്നത്. അതുകൊണ്ട് കസേരയുടെ എണ്ണമല്ല, അത് കാണുമ്പോൾ നമുക്കറിയാം അയ്യപ്പ ഭക്തന്മാർക്ക് ഇവിടെ ഒരു സാന്നിധ്യം കൊണ്ടുവരിക. അയ്യപ്പ ഭക്തന്മാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ വരുന്നവരെല്ലാം ഭക്തന്മാരായിരിക്കും. അതല്ലാതെ വിദേശികളെ കൊണ്ടുവരാൻ, വിദേശത്ത് നിന്ന് വരുന്നുണ്ട്, അവരും ഭക്തജനങ്ങളാണ്. അപ്പോൾ ആരിവിടെ വന്നാലും നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇന്നലെ തന്നെ പലരും ചോദിച്ചു, രാഷ്ട്രീയക്കാരനെയല്ലേ കൊണ്ട് ആരാണ് ഇയാള്? അണ്ണാമലയെ കുറിച്ച് അറിഞ്ഞൂടാ. CPM പഠിച്ചിട്ടില്ല. അവർ പഠിച്ചിരിക്കുന്നത് സ്റ്റാലിനെ കുറിച്ചേ ഉള്ളൂ. അവർ പഠിച്ചിരിക്കുന്നത് ഈ സനാതർമ്മത്തെ തകർക്കുന്നവരുടെ ലിസ്റ്റാണ് അവിടെ മുന്നിൽ ഇരിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഷടക്കത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വിചിത്രമായ രീതിയിലാണ് ആ വൈചിത്രം വിടില്ല. എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട ഒരാളും കൂടിയുണ്ട്. കാരണം പന്തളം കൊട്ടാരത്തിന്റെ ഭഗവാന് പിതൃതുല്യരായിട്ടുള്ള പിതൃസ്ഥാനീയരായിട്ടുള്ള ആളുകൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനിൽ, കാരണം അന്ന് പമ്പയിലെ സംഗമ സമയത്ത് ജനൻ TVക്കൊപ്പം ആയിരുന്നു പന്തളം കൊട്ടാരത്തിലെ പ്രതിനിധികളെല്ലാവരും. അതായത് ഭഗവാന്റെ പിതൃസ്ഥാനീയം അലങ്കരിക്കുന്ന എല്ലാവരും ഭക്തർക്കൊപ്പമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇത് അദ്ദേഹം രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെ തോന്നുന്നു? ഇന്ന് ഈ സംഗമം നടക്കുമ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ശുഭാരംഭമായിരുന്നു. കാരണം ഇത് തുടങ്ങിയപ്പോൾ തന്നെ ഭഗവാന്റെ നമ്മൾ തിരുവാഭരണം എടുക്കുമ്പോൾ കൃഷ്ണപ്പനെന്ത് വട്ടം പറഞ്ഞാണ് ഇത് ആ സമയത്ത് എടുക്കുക. അതുപോലെ തന്നെ ഇതിന് നാന്ദി കുറിച്ചപ്പോൾ തന്നെ ഭഗവാന്റെ സാന്നിധ്യം ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് ഭക്ത മനസ്സുകളുടെ സംഗമമാണ്. പലർക്കും ഇവിടെ എത്താൻ പറ്റില്ല. കാരണം കുറച്ച് ജില്ലകളിലെ മാത്രമേ ഞങ്ങൾ വിളിച്ചിട്ടുള്ളൂ, ഇവിടെ ഭക്തർ വരുന്നുള്ളൂ. പക്ഷേ ഇത് ലോകത്തുള്ള എല്ലാ അയ്യപ്പ ഭക്തരുടെയും മനസ്സിൽ ഉൾക്കൊണ്ട സംഗമമാണ്. ഭഗവാന്റെ പ്രസൻസ് ഇവിടെ ഉണ്ടാവും. തീർച്ചയായിട്ടും ഈ പുണ്യമായ പന്തളത്ത് അയ്യപ്പൻ്റെ അന്ന് നമ്മൾ 2018 അത് കണ്ടതാണ്. അന്ന് 3000 പേരെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ എന്ത് അസൗകര്യമുണ്ടോ, 80,000 പേര് എവിടുന്ന് ഓടിയെത്തി. ഭഗവാനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ നമ്മുടെ നാമജപ അവരുടെ കൂടെ തന്നെ ഭഗവാനും കൂടെയുണ്ട്. നമുക്കറിയാം, ചിലപ്പോൾ ഭക്തൻ പല വേഷത്തിലാണ് ഭഗവാൻ വരിക. ഒരു ഭക്തൻ്റെ വേഷത്തിൽ എല്ലാവരും കറുത്തത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് അയ്യപ്പൻ എന്ന് ഭഗവാനും നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു ശക്തിയാണ് നമ്മളെ നയിക്കുന്നത്. ഈ സംഗമത്തിൻ്റെ വിജയവും അതുതന്നെയാണ്. ഭഗവത് പ്രസാദമില്ലാതെ ഒരു സംഗമവും വിജയിക്കില്ല. ഭക്തരുടെ സംഗമമാണ് ഇന്ന് പന്തളത്ത് നടക്കുന്നത്. താങ്കൾ പറഞ്ഞു അന്ന് എവിടുന്ന് ഇത്രയും ആളുകൾ 10,000 ഒഴുകിയെത്തിയെന്ന് അറിയില്ല. ജനൻ TVയെ സംബന്ധിച്ചിടത്തോളവും ഒരു അത്ഭുതമായിരുന്നു. കാരണം അന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് ശബരിമല മുഴുവൻ പമ്പയിലും അതുപോലെ സന്നിധാനത്തും ഒക്കെ ജനൻ TVക്ക് 30 ക്യാമറയുണ്ടെന്നാണ്. നമുക്കറിയാം നമ്മുടെ പരിമിതി, നമ്മൾ എത്ര ക്യാമറ ഉണ്ട്. അവിടെ ഈ ആചാരലംഘനം കൃത്യമായി നമ്മുടെ ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ എത്തിച്ചതും ഭഗവാനാണ്. തീർച്ചയായിട്ടും അതാണ് ലോകം മുഴുവനുള്ള ഭക്തജനങ്ങളുടെ പ്രാർത്ഥന, അവരുടെ കണ്ണുനീര് അത് ഭഗവാൻ കണ്ടു. തീർച്ചയായിട്ടും എന്തെല്ലാം അടിയന്തരാവസ്ഥയെ വെല്ലുന്ന നിരോധനങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മുടെ ജൻ TVയുടെ റിപ്പോർട്ടർ അവിടെ നിന്ന് ഭക്തജനങ്ങൾക്ക് അത് തുറന്നു കാണിച്ചു. അതൊക്കെ ഭഗവാന്റെ ശക്തി തന്നെയാണ് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. മാത്രമല്ല അതിനൊരു അംഗീകാരമായിട്ട് ഒരു സ്വർണ്ണ മോതിരവും നമ്മൾ ജൻ TVക്ക് കൊടുത്തത് ഞാൻ ഓർക്കുന്നു. അങ്ങ് ഈ പമ്പയിലെ സംഗമം അത് അവിടെ പോവാതെ തന്നെ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. പൊതുവിൽ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വലിയ വിജയം എന്നാണ് അവകാശപ്പെടുന്നത്. മാത്രമല്ല പമ്പയിലെ ആ സംഗമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി എന്തൊക്കെയോ ശബരിമലയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു എന്നും പറയുന്നു. അതിന് നാന്ദി കുറിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ ഹെലികോപ്റ്റർ സർവീസ് ആരംഭിക്കാൻ പോകുന്നത്. അതെ, ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അത് ശബരിമല തീർത്ഥാടനത്തിൻ്റെ പവിത്രത മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്ന പോലെ അല്ലല്ലോ. 41 ദിവസം കഠിന വ്രതം എടുത്താണ് പോകേണ്ടത്. അത് കല്ലും ഉള്ളും ചവിട്ടി പോകുന്നതെന്ന് പറഞ്ഞാൽ അത്രമാത്രം നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തിയാണ് ശബരിമല യാത്ര. നമ്മൾ ശബരിമലയിൽ പോകുന്നത് മോക്ഷം ലഭിക്കുവാൻ വേണ്ടിയാണ്. ഭക്തനെ നമ്മൾ 18-ാം പടി കയറുമ്പോൾ തത്വമസി കാണാം. ഭഗവാനും ഭക്തനും ഒന്നാകുന്ന ഒരു സങ്കേതമാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ അവിടെ നമുക്ക് ഈ പിൽഗ്രിം ടൂറിസമോ എന്ത് ടൂറിസമോ പേര് പറഞ്ഞാലും അതൊന്നും ഭക്തർ അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം ഭക്തരെപ്പോഴും ഭഗവാന്റെ പവിത്രത കാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും
അപ്പോൾ ഈ എന്തെല്ലാം അത് ശരിക്കും പറയുകയാണെങ്കിൽ ശബരിമലയെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് ഈ പിൽഗ്രിം ടൂറിസം വരിക എന്ന് പറഞ്ഞാൽ തന്നെ. ടൂറിസത്തിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അതിൻ്റെ പവിത്രതയും പരിശുദ്ധിയും അത് നശിക്കപ്പെടും അതുകൊണ്ട് ആ കാരണം കൊണ്ട്. അതുകൊണ്ട് അത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ശ്രീ അനിൽ